ഹേ ഓൾ, ലേൺ വൈസ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൻലി നമ്മളെ ഈ ഫുൾ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് 4 തീമുകളായിരിക്കും. അതിന് അണ്ടറിൽ വരുന്ന സബ് തീമുകളായിരിക്കും, അല്ലെങ്കിൽ വേറെ വേറെ യൂണിറ്റ്സ് ആയിരിക്കും. നമ്മൾ ഇന്ന് തീം 1നെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീം 1ലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോക്കാൻ പോകുന്ന യൂണിറ്റ് നമ്പർ 1, അതിലെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിന്റെ പേര് റോമൻ എംപയർ പൊളിറ്റിക്കൽ സിസ്റ്റം. റോമൻ സാമ്രാജ്യത്തിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിലെ മെയിൻലി ഉള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചുണ്ടായ ഒന്നല്ല. അതിൽ ഡിഫറെന്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു ഡെവലപ്മെന്റിന്റെ. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകളിലായിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റേജുകൾ മൊത്തം പഠിക്കും. ലേൺ ദ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് റോമൻ സ്റ്റേറ്റ് സച്ച് എസ് സെനറ്റ്, ഒളിഗാർക്കിക്കൽ കൗൺസിൽ, അസംബ്ലി. ഈ ഡിഫറെന്റ് ഓർഗൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ലോ ഉണ്ടാക്കുന്ന, നമ്മുടെ നമ്മുടെ ഇന്ത്യക്ക് തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരായിരിക്കാം. ആ നിയമം ഉണ്ടാക്കിയെടുത്ത നിയമം നടപ്പിലാക്കുന്നത് വേറൊരു കൂട്ടമായിരിക്കാം. ഇതിൽ രണ്ടിലും പെടാത്ത നീതി നടത്തുന്ന ജുഡീഷ്യറി ആയിരിക്കാം, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്. അങ്ങനെ അതൊരു എക്സാമ്പിൾ ആണ്. ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ, ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ഉള്ള ഡിഫറെന്റ് ഓർഗൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒളിഗാർക്കിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അന്ന് കാലത്ത് റോമൻ സാമ്രാജ്യത്തിലുള്ള വെൽത്തി ഫാമിലീസ്, അല്ലെങ്കിൽ കുറച്ച് ധനികരായ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയ പവർ കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. നമ്മളത് പറ്റി കൂടുതലായിട്ട് വരും സൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെയുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് ലിസ്റ്റ് ഓഫ് റിഫോംസ് ഇനിഷ്യേറ്റഡ് ഇൻ ഡിഫറെന്റ് റിലംസ് ഓഫ് സൊസൈറ്റി. വ്യത്യസ്തങ്ങളായ രാജാക്കന്മാരെ സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. ഇവാലുവേറ്റ് ദ മേജർ ഇനിഷ്യേറ്റീവ്സ് ഓഫ് അഗസ്റ്റസ്. അഗസ്റ്റസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാവാണ്. കാരണം അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് ആണ് റോമൻ സാമ്രാജ്യത്തിന്, അല്ലെങ്കിൽ റോമൻ എംപയറിനെ പാക്സ് റൊമാന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പാക്സ് റൊമാന എന്ന് വെച്ചാൽ അതൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് ഗോൾഡൻ ഏജ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും, അല്ലെങ്കിൽ ഭയങ്കര സന്തുലിതമായിട്ട് രാജ്യം പോയിക്കൊണ്ടിരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ ഡിക്ലൈൻ ഉണ്ടാകുന്ന കാരണം, അതിനുണ്ടായിട്ടുള്ള വഴിതെറിച്ചിട്ടുള്ള സംഭവ വികാസങ്ങളും ആണ് നമ്മൾ മെയിൻലി ഈ യൂണിറ്റിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് നോക്കുന്നത്. റോമൻ എംപയർ വാസ് സിറ്റുവേറ്റഡ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് യൂറോപ്പ്, പ്രൈമറിലി ഓൺ ദ ഇറ്റാലിയൻ പെനിൻസുല. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് റോമൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യപ്പെട്ടിരുന്നത്. നമ്മളിപ്പോൾ ഈ മാപ്പിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ കാണാൻ പറ്റും, ഇറ്റലിയിലാണ് മെയിൻ ആയിട്ട്. അതായത് ഇറ്റാലിയൻ പെനിൻസുല എന്ന് പറയുന്നത് നിങ്ങൾക്കാണെങ്കിൽ ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇറ്റലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് മെയിൻലി റോമൻ എംപയർ ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവിടെ മാത്രമല്ല, 3 വ്യത്യസ്തങ്ങളായ കോണ്ടിനെന്റിലാണ് റോമൻ എംപയർ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവൻച്വലി എക്സ്പാൻഡ് ടു എൻകംപാസ് എ വാസ്റ്റ് ടെറിട്ടറി ദാറ്റ് ഇൻക്ലൂഡഡ് പാർട്സ് ഓഫ് 3 കോണ്ടിനെന്റ്. ഞാൻ പറഞ്ഞ പോലെ യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഏഷ്യയിലുണ്ട്. ഈ 3 കോണ്ടിനെന്റ്സിലും റോമൻ സാമ്രാജ്യത്തിന്റെ, അതായത് ഈ 3 കോണ്ടിനെന്റ് മൊത്തമല്ല, ഈ 3 കോണ്ടിനെന്റിലെ ചില ഭാഗങ്ങൾ റോമൻ എംപയർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ ചില സ്ഥലങ്ങൾ, ചില രാജ്യങ്ങളൊക്കെ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്ന് വേണം കാണാം. അത്രയും പവർഫുൾ ആയിരുന്നു റോമൻ എംപയർ ആണ് എന്ന് ഉദ്ദേശിക്കുന്നത്. At its height, Roman Empire extended from the British Isles to the northwest to the Arabian Peninsula in the southeast. Roman Empire was encompassed of the entire Mediterranean world. ഈ മെഡിറ്ററേനിയൻ സമുദ്രം എന്ന് പറയുന്നത് നിങ്ങൾ മാപ്പിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ആഫ്രിക്ക, ഇവിടെ ഏഷ്യ, മേലെ യൂറോപ്പ്. ഇതിന് 3നെയും ഇടയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സമുദ്രമാണ് മെഡിറ്ററേനിയൻ സീ. ഈ മെഡിറ്ററേനിയൻ സീ മൊത്തം റോമൻ എംപയറിന്റെ അവരുടെ കീഴിലായിരുന്നു എന്നാണ് പറയുന്നതല്ല, ആയിരുന്നു, അവരുടെ കീഴിലായിരുന്നു. നമ്മൾ ഇനി റോമിന്റെ ഹിസ്റ്ററി നോക്കാൻ പോകണം. ഏർലി ഹിസ്റ്ററി ഓഫ് റോം ഇസ് ലാർജ്ലി ബേസ്ഡ് ഓൺ എ സീരീസ് ഓഫ് ലെജൻഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ഇസ് സംവാട്ട് സ്കെച്ചി. അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ
അതിപുരാതനമായ ചരിത്രം എന്ന് പറയുന്നത് കെട്ടുകഥ മിത്താണ്. നമുക്ക് എക്സാക്ട് ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല. ഫിക്ഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആഹ് ഒരു കഥകളാണ്. കെട്ടുകഥകൾ പോലെ തോന്നിപ്പിക്കുന്ന കഥകളാണ്. നമ്മൾ പറയില്ലേ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കഥകളാണ് റോമൻ സാമ്രാജ്യത്തിന്റെ പുരാതന ചരിത്രം. റോമിന്റെ പുരാതന ചരിത്രം. റോമൻ സാമ്രാജ്യത്തിന്റെ അല്ല, റോമിന്റെ പുരാതന ചരിത്രത്തിൽ പറയുന്നത്. Historian Livy is a key source for understanding the early history of Rome. He wrote about Rome from its foundation to his contemporary times. ഒരു ഭയങ്കര പ്രസിദ്ധനായിരുന്ന ഒരു ഒരു ഹിസ്റ്റോറിയനാണ് ലിവി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നാമം ടൈറ്റസ് ലിവിയസ് എന്നാണ്. ലിവി എന്നാണ് വിളിക്കുന്നത്. ടൈറ്റസ് ലിവിയസ് എന്നാണ് പൂർണ്ണനാമം. അദ്ദേഹം മെയിൻലി റോമൻ സാമ്രാജ്യത്തെ പറ്റിയും റോമിനെ പറ്റിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഭൂരിഭാഗം എഴുതിയിട്ടുള്ളത്. അപ്പൊ റോമൻ സാമ്രാജ്യത്തെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചരിത്രകാരൻ വഹിച്ച പങ്ക് വളരെ ചെറുതൊന്നുമല്ല. അദ്ദേഹം നല്ല രീതിയിൽ അതിനെ സഹായിച്ചിട്ടുണ്ട്. ഏർലി റോമൻസ് were primarily pastoral people engaging in activities such as cattle, pig, goat and sheep farming. പഴയ കാലത്തെ റോമൻസ് എന്ന് പറയുന്നത് മെയിൻലി പാസ്റ്റൽ പീപ്പിൾ ആയിരുന്നു. അതായത് കന്നുകാലികളെ മേയ്ക്കുന്ന, അല്ലെങ്കിൽ കന്നുകാലികൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആട്, മാട് ഇതിനൊക്കെ മേയിച്ച് നടന്നിരുന്ന പാസ്റ്റൽ പീപ്പിൾ ആയിരുന്നു റോമിലെ ജനത. They lived in scattered villages and spoke a language of Indo-European origin which can be referred as Proto-Latin. അവര് വളരെ ചിതറിക്കിടക്കുന്ന ഒരു ജനതയായിരുന്നു. അതായത് പാർത്തിരുന്ന ആൾക്കാരായിരുന്നു. അതല്ലാതെ ഭയങ്കര യൂണിറ്റി ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവര് ഭയങ്കരമായിട്ടുള്ള ഇപ്പോ എന്താ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ എല്ലാവരും ഒതുങ്ങിക്കൂടി താമസിച്ചിരുന്നതല്ല. ചിലപ്പോ ഒരാൾക്കാർ ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് ആൾക്കാർ അവിടെ, അങ്ങനെ ചെതറി താമസിക്കുകയായിരുന്നു. അവർ സംസാരിച്ചിരുന്ന ഭാഷ ഇൻഡോ യൂറോപ്യൻ ഒറിജിൻ ആണ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഭാഷയല്ല, പക്ഷെ പല ഭാഷകളുടെ ഒരു ഒരു എന്താണ് ഒരു ഒരു ശൃംഖലയാണ് ഈ ഇൻഡോ യൂറോപ്യൻ ഒറിജിനിലെ ഒരു ഭാഷയാണ് അവർ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിൽ തന്നെ കുറേ ഇപ്പൊ ഒരു ട്രീ പോലെ എടുക്കുവാണെങ്കിൽ അതിൽ കുറേ ശിഖരങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജസ് ഉണ്ട്, ഇറ്റാലിക് ലാംഗ്വേജസ് ഉണ്ട്, ജർമാനിക് ലാംഗ്വേജസ് ഉണ്ട്. ഇതൊക്കെ ഇൻഡോ യൂറോപ്യൻ ഒറിജിൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജസ് എന്ന് പറയുന്നതിലെ ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി, ഉറുദു അല്ലെങ്കിൽ സംസ്കൃതം. ഇതൊക്കെ ഇൻഡോ ഇറാനിയൻ ആണ്. ഈ ഇൻഡോ ഇറാനിയൻ എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഒറിജിൻ ആണ്. ഇപ്പൊ ഇൻഡോ യൂറോപ്യൻ ഒറിജിനിലെ വേറെ ഒന്നാണ് ഇറ്റാലിക്. അതിൽ വരുന്നതാണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ. ഈ ഭാഷകളൊക്കെ ഈ ഇറ്റാലിക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഫാമിലി എന്ന് വരുന്നതാണ്. ഈ ഫാമിലി ഇൻഡോ യൂറോപ്യൻ ഒറിജിൻ ആണ്. അപ്പൊ ഇതുപോലെ ഒരു ഇൻഡോ യൂറോപ്യൻ ഒറിജിനിൽ പെട്ട ഒരു ലാംഗ്വേജ് ആയിരുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. The overall culture during this early phase was characterized as pre-urban, suggesting a lack of significant urban development. ഈ പീരീഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അർബൻ ഡെവലപ്മെന്റ് തീരെയില്ല എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സ്കോളേഴ്സ് വിശ്വസിക്കുന്നത്. അതായത് അർബൻ ഡെവലപ്മെന്റ് തീരെ ഉണ്ടായിരുന്നില്ല. അതായത് ടൗണുകളോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വില്ലേജുകൾ, ഗ്രാമങ്ങളിലായിരുന്നു ഇവര് വസിച്ചുകൊണ്ടിരുന്നത്. അറ്റ് സം പോയിന്റ് these scattered communities came together to form a large unit, and it was at this point the name Rome was first applied. സ്കോളേഴ്സ് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് മുമ്പുള്ള ചരിത്രം നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്, ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ സമയത്ത് ഈ ചിതറി താമസിച്ചിരുന്ന ഈ പാസ്റ്റൽ നൊമാഡിക് പീപ്പിൾ എന്താണ് ഒത്തുകൂടിയാണ്, അവരെ ഒരു വലിയ യൂണിറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം മുതലാണ് ഈ ആ ഒരൊറ്റ പോയിന്റിലാണ് എന്താണ് ഈ സ്ഥലത്തിന് റോം എന്ന നാമം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ റോമുലസ് റേമസ് എന്ന് പറയുന്ന രണ്ട് ട്വിൻ ബ്രദേഴ്സിന്റെ, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം റോം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു കഥയാണ്. ഒരു മുത്തശ്ശി കഥ പോലെ നമുക്കിത് കേൾക്കാം. റിയ സിൽവിയ എന്ന് പറയുന്ന ഒരു യുവതി ഗോഡ് മാർസിൽ നിന്നും ഗർഭിണിയാവുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് റിയ സിൽവിയയ്ക്ക് എന്നിട്ട് രണ്ട് ട്വിൻ, അതായത് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ്. അതാണ് റോമുലസും റേമസും. ഈ റിയ സിൽവിയയുടെ ബ്രദർ ഒരു രാജാവായിരിക്കും. അപ്പോ എന്തുണ്ടാവുകയാണെങ്കിൽ ഈ രാജാവ് ഈ രണ്ട് ട്വിൻ ബ്രദേഴ്സിനെ അതായത് റിയ സിൽവിയയ്ക്ക് ഉണ്ടായ രണ്ട് ട്വിൻ മക്കളെ പേടിക്കുകയാണ്. കാരണം ഇവരെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ രാജ്യം തന്റെ കയ്യിൽ നഷ്ടപ്പെടും എന്ന് ഈ രാജാവിന് മനസ്സിലാവും. അതായത് അത് ഒരു കഥയുണ്ട്. അതായത് ഗോഡ് മാർസ് വന്ന് ഈ റിയ സിൽവിയയ്ക്ക്
ഗോഡ് മാർസിൽ നിന്ന് തന്നെയാണോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നത് അവിടെ ഈ രാജ്യത്ത് ചർച്ചകളും ഇങ്ങനെ കാര്യങ്ങളും ഉണ്ടാവും. ഗോഡ് മാർസ് നേരിട്ട് വന്ന് പറയാണ് ഈ റിയ സിൽവിയുടെ ബ്രദറിനോട് വന്ന് പറയും, ഇത് എൻ്റെ മക്കൾ തന്നെയാണ്. 5 വർഷത്തിനുള്ളിൽ 5 6 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 5 6 ആണെന്ന് തോന്നുന്നു. 5 വർഷത്തിന് ശേഷം ഈ രാജ്യം ഈ 2 ഇരട്ട സഹോദരന്മാരും കൂടി ഏറ്റെടുത്ത് നടക്കും എന്ന് പറയാണ്. എന്നിട്ട് ഗോഡ് മാർസ് പോവും. ഈ റിയ സിൽവിയുടെ ബ്രദർ പേടിക്കും. കാരണം രാജാവാണ്, രാജാവിന് രാജ്യം വേണം. ഇങ്ങനെ ഒരാൾ വന്ന് പറയാണ് ഈ 2 പേര് നിന്റെ രാജ്യം എടുക്കുമെന്ന് പറഞ്ഞാൽ ആരായാലും പേടിച്ചു പോവും. അപ്പോ എന്ത് ചെയ്യാന്ന് വെക്കുകയാണെങ്കിൽ ഒരു ഉത്തരവിറക്കും. ഈ 2 മക്കളെയും റിയ സിൽവിനെ ജയിലിൽ അടയ്ക്കും. എന്നിട്ട് ഈ 2 മക്കളെയും ഒരു റിവർ ടൈബറിൽ കൊണ്ടുവിടുകയാണ്. അവിടെ ഇട്ട് കൊല്ലുന്നവരെ അവിടെ നിൽക്കാൻ ഒരു സൈന്യത്തിലെ ഒരാളോട് ആജ്ഞാപിക്കും. അങ്ങനെ ആജ്ഞാപിച്ചു. റിയ സിൽവിയ പിന്നീട് ജയിലിൽ വെച്ച് മരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ റിവർ ടൈബറിൽ വെച്ച് ഇവര് എറിയാണ്. പക്ഷേ ഇവര് മരിക്കുന്നില്ല. അതിന് പകരം ഒരു ഷീ വുൾഫ് ഇവരെ പരിപാലിക്കുകയാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഇവര് വലുതാവുന്നു. ഇവര് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഷീ വുൾഫ് ഇവർക്ക് ആവശ്യമായ പാലൊക്കെ കൊടുത്ത് ഇവർക്ക് ആവശ്യമുള്ള പോഷണം പരിപാലനയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ റോമുലസും റേമസും വലുതാവാണ്. അവര് മെല്ലെ മെല്ലെ ശക്തി പ്രാപിച്ച് അവര് മനസ്സിലാക്കാണ് അവര് വെറും ഒരു ഇരട്ട സഹോദരന്മാരല്ല, അവർക്ക് പവറുണ്ട്. അവർ റോയൽ ലീനേജ് ആണെന്ന് അവർക്ക് മനസ്സിലാവാണ്. ഇതിനിടയ്ക്ക് അവര് രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്നുണ്ട്. റോമുലസ് ബ്രദർ ഇരട്ട സഹോദരനായ റേമസിനെ കൊല്ലുന്നതാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ റോമുലസ് ഒറ്റയ്ക്ക് പവർ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. It is believed that Romulus was the first of the 7 kings who ruled over Rome from 753 to 509 BCE. ഈ പറഞ്ഞ പോലെ റോമുലസ് ആണ് ആദ്യത്തെ 7 രാജാക്കന്മാരിലെ ആദ്യത്തെ രാജാവ്. ഈ റോമിന്റെ ഭരണം നടത്തിയതിൽ മെയിൻലി വരുന്ന ഒരു രാജാവ്. The most powerful people in Italy at this time were the Etruscans. Etruscans ruled Rome for more than 100 years. ഇറ്റലിയിൽ ഈ സമയത്ത്, അതായത് 616 to 510 BC വരെയുള്ള സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജനവിഭാഗമായിരുന്നു എട്രാസ്കൻസ്. അവർക്ക് കൺസിഡറബിളി ഭയങ്കര പവർ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ദേ ഹാഡ് ഗ്രേറ്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഏർലി റോം. പുരാതന റോമിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ശരിക്കും പണ്ടത്തെ റോം ഉണ്ടാവാൻ അതിന്റെ വളർച്ചയ്ക്കും പുരോഗമനത്തിനും മെയിൻലി ഒരു കാരണക്കാരായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് അല്ലെങ്കിൽ ആൾക്കാരാണ് എട്രാസ്കൻസ്. The Etruscan rule brought about urbanization and Rome became the first time an important center of trade. ഇവരുടെ സമയത്താണ് റോം ശരിക്കും ട്രേഡിൽ തിളങ്ങുന്നത്. കൂടാതെ നഗരങ്ങൾ, പട്ടണങ്ങൾ, ടൗൺസ് ഒക്കെ വികസിക്കാൻ തുടങ്ങുന്നു. Their engineering skills allowed them to drain the marshland between Capitoline and Palatine hills. ഇവർക്കുള്ള എഞ്ചിനീയറിംഗ് സ്കിൽസ് ഡ്രെയിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് കാണാം. പ്ലസ് നമുക്ക് കാണാൻ പറ്റും മാർഷ് ലാൻഡ്സ് അത് ഡ്രെയിൻ ചെയ്യിപ്പിച്ചെന്ന് കാണാൻ പറ്റും. അതായത് വെള്ളത്തിന്റെ വരവും പോക്കും നിയന്ത്രിക്കാൻ ഇവിടെ എഞ്ചിനീയറിംഗ് സ്കിൽസ് സാധിച്ചു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റിനെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏർലി റോം വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദർ റിലീജിയസ് പ്രാക്ടീസസ്. ദേ ബിൽഡ് ടെമ്പിൾസ് ആൻഡ് മേഡ് കൾട്ട് സ്റ്റാച്യൂസ്. അവര് മതപരമായിട്ടുള്ള കാര്യങ്ങളും ഈ എട്രാസ്കൻസ് ഇടപെടുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതിന്റെ വളർച്ചയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാച്യൂകളൊക്കെ ഉണ്ടാക്കി ടെമ്പിൾസ് എട്രാസ്കൻസ് ഉണ്ടാക്കുന്നുണ്ട്. A series of political and military reforms were introduced which included a census. നമ്മുടെ സെൻസസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മിലിറ്ററി റിഫോം എട്രാസ്കൻസ് ഉണ്ടാക്കുന്നുണ്ട്, സെൻസസ് എടുക്കുന്നുണ്ട്, പലതരത്തിലുള്ള റിഫോംസ് അവിടെ റോമില് ഇവർ കൊണ്ടുവരുന്നുണ്ട്. They set up a new political assembly called Quaestia Centuriata. നമ്മുടെ ലാറ്റിനിൽ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ക്വിഷ്യ സെഞ്ചുറിയാത്ത എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് സെഞ്ചുറിയേറ്റ് അസംബ്ലി എന്നാണ് പറയുന്നത്. അതിനർത്ഥം അതൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റോമൻ റിപ്പബ്ലിക് ആൻഡ് മിലിറ്ററി എക്സ്പാൻഷൻ. റോമൻ റിപ്പബ്ലിക് എങ്ങനെ ഉണ്ടായി എന്ന് നോക്കുന്നുണ്ട്. റോമൻ റിപ്പബ്ലിക്കിന് വളർച്ചയ്ക്ക് ഡെവലപ്മെന്റ് മെയിൻലി രണ്ട് ഫേസ് ആണ്. ഒന്നാമത് ഇനീഷ്യൽ ഫേസും രണ്ടാമത് ശരിക്കും ഉള്ള ഫൈനൽ ഫേസുമാണ്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഇനീഷ്യൽ കൺസോളിഡേഷൻ.
കൺസോളിഡേഷൻ എന്ന് വെച്ചാൽ ടു മേക്ക് സ്ട്രോങ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒത്തുകൂട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ബലപ്പെടുത്തുക, ഇതൊക്കെയാണ് കൺസോളിഡേറ്റ് ചെയ്തു എന്നതിന്റെ അർത്ഥം. In 509 BCE, Etruscan dynasty of Tarquins were expelled from Rome, which led to establishment of republic governed by two consuls. 509 BCEയിലെ എട്രാസ്കൻ ഡൈനാസ്റ്റി ഓഫ് ടെറാക്കിൻ പുറത്താക്കപ്പെടുകയാണ്. റോമിൽ നിന്നും ഈ എട്രാസ്കൻസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഡൈനാസ്റ്റി അവരെ പുറത്താക്കപ്പെടുകയാണ്. അത് റോമിലെ 2 കൺസ്യൂൾസ് അടങ്ങുന്ന ഒരു റിപ്പബ്ലിക് ഗവൺമെന്റിനെ ഉദയത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. In the 5th century BC, Rome's main goal was to protect its own land and the plains of Latium from enemies. 500 BCE തൊട്ട് റോമിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ നാട്, അവരുടെ ലാൻഡ് പുറത്തുനിന്ന് വരുന്ന എനിമീസിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യുക, എങ്ങനെയെങ്കിലും റോമൻ ലാൻഡ് എനിമീസിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു വയ്ക്കുക എന്നായിരുന്നു റോമിന്റെ മെയിൻ ഉദ്ദേശം. Rome formed a league with other Latin cities to defend against 3 fierce tribes from nearby hills. റോം അതിനായിട്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ കുറെ ലാറ്റിൻ സിറ്റികൾ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷ സംസാരിക്കുന്ന സിറ്റികൾ, റോമിന്റെ അടുത്തുള്ള ലാറ്റിൻ സിറ്റികളായിട്ട് അവരെ സന്ധികൾ ഏർപ്പെടുകയാണ്. അവരെ ഒരുമിച്ച് ഈ മലകളിൽ നിന്നൊക്കെ വരുന്ന 3 പ്രധാനപ്പെട്ട ഗോത്രങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അവരെ ഒരുമിച്ച് കൂടുകയാണ് ലാറ്റിൻ സംസാരിക്കുന്ന ലാറ്റിൻ സിറ്റികളിൽ നിന്ന്. ഇൻ 406 BCE, Rome attacked its rival, the Etruscan city of Veii, and conquered it in 396 BCE. 406 BCEയിലെ റോം എട്രാസ്കൻ സിറ്റി ഓഫ് വെയ് എന്ന സ്ഥലത്തെ അറ്റാക്ക് ചെയ്ത് അത് കീഴ്പ്പെടുത്തി അതിനെ റോമിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. This victory was important because it gave Rome access to the rich resources of central Italy. ഇത് റോമിന് ഭയങ്കര പവർ കൊടുക്കുകയാണ്. കാരണം ഈ വിജയം വെറും ഒരു ജനവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്കെതിരെയുള്ള ജയം മാത്രമല്ല, എല്ലാ യുദ്ധങ്ങളും ജിയോഗ്രഫിക്കലി സ്ഥലം, ലാൻഡ് നൽകുന്നുണ്ട്, റിസോഴ്സസ് പലതരത്തിലുള്ള വസ്തുക്കൾ കൊടുക്കുന്നുണ്ട്. ഈ സെൻട്രൽ ഇറ്റലിയിലുള്ള ഭയങ്കര ധനശേഖരമായിരുന്നു ഈ എട്രാസ്കൻസിന്റെ സിറ്റി ഓഫ് വെയിനെ തോൽപ്പിച്ചപ്പോൾ അവർക്ക് കിട്ടിയത്. അത് റോമിനെ ഇക്കണോമിക്കലി പവർ കൊടുക്കുകയാണ് ചെയ്തത്. ആഫ്റ്റർ സെക്യൂറിംഗ് പവർ ഇൻ സെൻട്രൽ ഇറ്റലി, റോം ടേൺഡ് ഇറ്റ്സ് അറ്റൻഷൻ ടു സദേൺ ഇറ്റലി വിച്ച് ഹാഡ് ഗ്രീക്ക് കോളനീസ്. സെൻട്രൽ ഇറ്റലി കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ, കൂടുതൽ വികസിക്കാനായിട്ട് റോം ശ്രമിക്കുകയാണ്. തത്ഫലമായിട്ട് തെക്ക് ഭാഗത്തായിട്ട് കിടക്കുന്ന ഇറ്റലിയുടെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഗ്രീക്ക് കോളനികളെ ആക്രമിക്കാൻ ഇവർ പദ്ധതി ഇടുകയാണ്. Rome eventually established a dominance in southern Italy by defeating the Greeks in several tough battles. അതിന്റെ ഫലമായിട്ട് തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഗ്രീക്ക് കോളനീസിനെ തോൽപ്പിക്കുക എന്നതിന്റെ ഫലമായിട്ട് അവരെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നു. അവർ പൂർണ്ണമായിട്ട് വിജയിക്കുന്നു. അവരങ്ങനെ ഇറ്റലിയുടെ തെക്ക് ഭാഗത്തും അവരെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. By 266 BCE, Rome had completed the long and challenging conquest of the entire Italian peninsula. അങ്ങനെ 266 BC ആകുമ്പോഴേക്കും എൻറ്റയർ ഇറ്റലി എന്ന ഉപഭൂഖണ്ഡത്തിന്റെ മൊത്തമായിട്ടും അവരുടെ അധീനതയിലാക്കാൻ റോമൻ സാമ്രാജ്യത്തിന് സാധിക്കുകയാണ്. ആസ് എ റിസൾട്ട്, ദ എൻറ്റയർ പെനിൻസുല വാസ് ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അണ്ടർ റോമൻ കൺട്രോൾ. അതിന്റെ ഭാഗമായിട്ട് ഇറ്റലി എന്ന് പറഞ്ഞ ആ മൊത്തം സ്ഥലം, ഇറ്റാലിയൻ എൻറ്റയർ പെനിൻസുല റോം സാമ്രാജ്യത്തിന്റെ കീഴിലാകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു റോമൻ റിപ്പബ്ലിക്കിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിന്റെ സെക്കൻഡ് ഫേസ് ഓഫ് ദ കോൺക്വസ്റ്റ്. ആഫ്റ്റർ ഗെയിനിങ് കൺട്രോൾ ഓഫ് ഇറ്റലി, റോം വാണ്ടഡ് ടു ബി ദ ബോസ് ഓഫ് മെഡിറ്ററേനിയൻ വേൾഡ്. ഞാൻ നേരത്തെ മാപ്പിൽ കാണിച്ച പോലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ഒരു ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അതിൽ ആഫ്രിക്ക ഒരു ഭാഗത്തുണ്ട്, യൂറോപ്പ് മേലെയുണ്ട്, മറ്റേ സൈഡിൽ നമ്മുടെ ഏഷ്യ ഉണ്ട്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ സമുദ്രം കീഴടക്കി കഴിഞ്ഞാൽ ഈ 3 ഉപഭൂഖണ്ഡങ്ങളിലും ട്രേഡ് അത് ഇക്കണോമിക്കലി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ സമുദ്രം കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ബോസ് തന്നെയാണ്. അപ്പോൾ അതായിരുന്നു ഇവിടെ അടുത്ത ലക്ഷ്യം. റോം fought a series of wars called the Punic Wars against Carthage, a powerful colony in Tunisia controlling Sicily, Sardinia, Corsica and parts of the Iberian Peninsula. അങ്ങനെ ഇതിനായിട്ടുള്ള ഇവരുടെ ശ്രമം തുടങ്ങാണ്. ഇവര് പ്യൂണിക് വാർസ് എന്ന് പറയുന്നത് നമ്മുടെ അതൊരു സീരീസ് ഓഫ് വാർ ആണ്. ഒരു യുദ്ധത്തിന്റെ ഒരു
പാറ്റേൺ ആണ്. പാറ്റേൺ അല്ല, സോറി, ഒരു സീരീസ് ഓഫ് വാറിനെ പറയുന്നത് പ്യൂണിക് വാർസ്. അത് റോമാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കാർത്തേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തുള്ള ട്യൂണീഷ്യ എന്ന സ്ഥലത്താണ്. അത് സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ ആഫ്രിക്കയുടെ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അന്ന് കാർത്തേജ് എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലം, ഇന്ന് ട്യൂണീഷ്യ എന്ന് പറയും. അപ്പോൾ ഇതിനെതിരെ എന്താണ് റോം നടത്തിയ ഒരു യുദ്ധ പരമ്പരയായിരുന്നു പ്യൂണിക് വാർസ്. അതിൽ നമുക്ക് കാണാം, കാർത്തേജ് ഹാഡ് ലോഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ആൻഡ് റോം ഫോർ 3 പ്യൂണിക് വാർസ് ടു ഡിസ്ട്രോയ് കാർത്തേജ് ആൻഡ് ടേക്ക് ഓവർ ഇറ്റ്സ് ടെറിട്ടറീസ്. റോം 3 പ്യൂണിക് വാർസ് ആണ് നടത്തിയത്. ആ മൂന്നിലും നമുക്ക് കാണാം റോം വിജയിച്ചു. വടക്കൻ ആഫ്രിക്കൻ അല്ലെങ്കിൽ നോർത്തേൺ ആഫ്രിക്കൻ സൈഡ് റോം അതിന്റെ അധീനതയിലാക്കുകയാണ് ചെയ്യുന്നത്. By the end of the Third Punic War, Rome had completely destroyed Carthage and its land become part of the Roman Empire. മൂന്നാമത്തെ പ്യൂണിക് വാർ കഴിയോടുകൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും റോം മുഴുവൻ കൺട്രോൾ ഏറ്റെടുക്കുകയും നോർത്തേൺ ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്കയുടെ വടക്ക് ഭാഗം റോമിന്റെ അധീനത്തിലാവുകയാണ് ചെയ്യുന്നത്. The areas taken from Carthage become Roman provinces called Sicily, Spain and Africa. കാർത്തേജ് കീഴ്പ്പെടുത്തി കാർത്തേജിനെ തോൽപ്പിച്ച് റോമൻ ഏറ്റെടുത്ത സ്ഥലങ്ങൾ പിൽക്കാലത്ത് റോമൻ പ്രൊവിൻസസ് ആവുകയാണ്. അത് നമ്മൾ സിസിലി, സ്പെയിൻ, ആഫ്രിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻ ദ ഈസ്റ്റ് റോം ഫോർട്ട് അഗൈൻസ്റ്റ് മെസഡോണിയ ആൻഡ് അതർ ഗ്രീക്ക് സ്റ്റേറ്റ്സ്, ബ്രിങ്ങിങ് ദം അണ്ടർ റോമൻ കൺട്രോൾ. നമ്മൾ കിഴക്ക് ഭാഗത്ത് ഇനി കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ മസഡോണിയ ആൻഡ് അതർ ഗ്രീക്ക് സ്റ്റേറ്റിനെതിരെ ആയിട്ട് യുദ്ധം ചെയ്യുകയാണ്. മസഡോണിയ എന്ന് പറയുന്നത് ഗ്രീക്ക്, നമ്മുടെ അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി വരുന്നത് ഈ മസഡോണിയൻ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ മസഡോണിയ ആൻഡ് അതർ ഗ്രീക്ക് സ്റ്റേറ്റിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കിഴക്ക് ഭാഗത്ത് റോം ആധിപത്യം സ്ഥാപിക്കുന്നത്. റോമൻ ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ടു അനാറ്റോലിയ ആൻഡ് ഈജിപ്റ്റ്, എസ്റ്റാബ്ലിഷിംഗ് റോം ആസ് പവർഫുൾ ഫോഴ്സ് ഇൻ ദ മിഡിൽ ഓഫ് മെഡിറ്ററേനിയൻ റീജിയൻ ബൈ ദ മിഡിൽ ഓഫ് 2nd century BC. 200 BC-യുടെ മിഡിലോട് കൂടെ ആയിട്ട് റോം ഈജിപ്ത്, അനറ്റോലിയ ഭാഗത്ത് അതിന്റെ പവർ, അതിന്റെ ശക്തി കാണിക്കുകയും മെഡിറ്ററേനിയൻ റീജിയന്റെ ഏറെക്കുറെയുള്ള ഒരു ബോസ്, നമ്മൾ നേരത്തെ പറഞ്ഞാല് ഒരു യഥാർത്ഥ ശക്തി, പവർഫുൾ ഫോഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ റോമൻ റിപ്പബ്ലിക് ആണ്. ദ റോമൻ റിപ്പബ്ലിക് ഹാഡ് 3 മെയിൻ പാർട്ട്. റോമൻ റിപ്പബ്ലിക്കിന് മെയിൻലി 3 പാർട്ടാണ് ഉള്ളത്. അതിൽ 1 സെനറ്റ്, 2 മജിസ്ട്രേറ്റ്, 3 പീപ്പിൾ. അതിനെപ്പറ്റി നമ്മൾ വരും സ്ലൈഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. 2 leaders called consuls were the top of the republic and they were helped by many magistrates. ഇതിന് പുറമെ ഈ 2 ലീഡേഴ്സിനെ കൺസ്യൂൾസ് ആയിട്ട് തിരഞ്ഞെടുക്കും. ഇവരാണ് റിപ്പബ്ലിക്കിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ കുറെ മജിസ്ട്രേറ്റുകളുണ്ട്. സെൻസേഴ്സ് വേർ ഇൻ ചാർജ് ഓഫ് കൗണ്ട് കോൾഡ് സെൻസസ്. സെൻസസ് ചെയ്യുന്നതിന്റെ ഹെഡാണ് സെൻസേഴ്സ്. ഈ സെൻസസ് എല്ലാ 5 വർഷം കൂടുമ്പോഴും നടക്കും. വിച്ച് ഹാപ്പൻഡ് എവ്രി 5 years. 5 വർഷം കൂടുമ്പോഴെല്ലാം ഈ സെൻസസ് നടക്കും. ദിസ് കൗണ്ടഡ് ആൻഡ് ചെക്ക് ദി സ്റ്റാറ്റസ് ഓഫ് ഈച്ച് സിറ്റിസൺ. ഓരോ പൗരന്റെയും കാര്യങ്ങളെല്ലാം ഈ സെൻസസിൽ എടുക്കും. നമ്മുടെ 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസ് തന്നെയാണ് ഇവിടെ 5 വർഷമായിട്ട് അവർ പറയുന്നത്. There were assemblies for different group of people such as tribes, patricians, plebeians. These assemblies were like big meetings where decisions were made. ഇനി ജനങ്ങളിടയിൽ വരുമ്പോൾ കുറെ അസംബ്ലീസ് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് പെട്രീഷ്യൻസ്, രണ്ടാമത്തെ ജനവിഭാഗമാണ് പ്ലേബിയൻസ്. ഇതിനെപ്പറ്റി നമ്മൾ ഈ പെട്രീഷ്യൻസ്, പ്ലേബിയൻസിനെ പറ്റി നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. ഇനി ഇതിൽ പെട്രീഷ്യൻസ് എന്ന് വെച്ചാൽ അരിസ്റ്റോക്രാറ്റുകൾ എന്നാണ്. അതായത് കുറച്ച് പവറുള്ള അല്ലെങ്കിൽ അപ്പർ ക്ലാസ് എന്നൊക്കെയാണ് ഈ പെട്രീഷ്യൻസിനെ നമുക്ക് കാണേണ്ടത്. പ്ലേബിയൻസ് എന്ന് പറയുന്നത് കോമണർ, സാധാരണക്കാരനാണ് പ്ലേബിയൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും പെട്രീഷ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് പവർ എപ്പോഴും ഉണ്ടാവും. പ്ലേബിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ്, അതുകൊണ്ട് അത്രയ്ക്കൊന്നും പവർ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി സെനറ്റ് എന്താണെന്ന് നോക്കാം. സെനറ്റ് വാസ് ദ മോസ്റ്റ് പവർഫുൾ പാർട്ട് ഓഫ് ദ റോമൻ റിപ്പബ്ലിക് ആൻഡ് വാസ് മെയിൻലി ഫോർ ദ പെട്രീഷ്യൻ ക്ലാസ് ഹു വെർ റിച്ച് ലാൻഡ് ഓണേഴ്സ്. സെനറ്റ് എന്ന് പറയുന്നത് റോമൻ റിപ്പബ്ലിക്കിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആയിരുന്നു സെനറ്റ്. ഇനി സെനറ്റിൽ ആരായിരുന്നു? സെനറ്റിലുണ്ടായിരുന്നത് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണെങ്കിൽ അതിൽ വരുന്നത് പവർഫുൾ ആൾക്കാരായിരിക്കും. പവർഫുൾ ആൾക്കാർ എന്ന് പറയുന്നത് പെട്രീഷ്യൻ ആണ്. പെട്രീഷ്യൻ ക്ലാസ് എന്ന് പറയുന്നത് വെൽത്തി റിച്ച് ലാൻഡ് ഓണേഴ്സ് ആണ്. അവർക്ക് ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നു, ധാരാളം ധനമുണ്ടായിരുന്നു. ഓൺലി പെട്രീഷ്യൻസ് കുഡ് ബി ഇൻ ദ സെനറ്റ് ആൻഡ് വൺസ് യു വർ ഇൻ ഇറ്റ് വാസ് എ ലൈഫ് ലോങ് പൊസിഷൻ. സെനറ്റിൽ ഇപ്പോൾ നിങ്ങൾ പെട്രീഷ്യൻസ് ഉണ്ടെങ്കിൽ
അതൊരു ലൈഫ് ലോങ് എന്താണ് ലൈഫ് ലോങ് സംഭവമാണ്. നിങ്ങൾ അതിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും പെട്രീഷ്യൻസ് ആയിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങളുടെ മക്കളും സെനറ്റിലുണ്ടാവും. നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് പ്രിവിലേജഡ് ആയിരിക്കും ഈ സെനറ്റിലുണ്ടെങ്കിൽ. The Senate was a group of aristocratic landowners with a lot of authority. They could make laws, extended the power of leaders, and handle foreign affairs. സെനറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ധാരാളം ലാൻഡ്സ് ഉള്ള, ധാരാളം സ്ഥലം കൈവശമുള്ള, ധാരാളം സ്വത്തുക്കളുള്ള, ധാരാളം അതോറിറ്റി, കഴിവല്ല പവറുള്ള ആൾക്കാരാണ്. അവരെ നിയമങ്ങൾ ഉണ്ടാക്കും. അവർക്ക് വേണമെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കാം. ഇഷ്ടമുള്ള പോലെ പവർ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇതൊക്കെ ഈ പവർഫുൾ പെട്രീഷ്യൻസ് അവരുടെ കയ്യിലായിരുന്നു. The Senate's power grew because of the combined influence, wealth and experience of its members. ഈ സെനറ്റിന് പവർ കാലാതീതമായിട്ട് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. കാരണം അവരുടെ കയ്യിൽ പവർ ഉണ്ട്, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ധാരാളം സ്വത്തുക്കളുണ്ട്, അവർക്ക് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതായത് അതുകൊണ്ട് തന്നെ ഈ സെനറ്റിനും പെട്രീഷ്യൻസിനും പെട്രീഷ്യൻസ് ക്രൂഷ്യൽ റോളാണ് ഈ റോമൻ റിപ്പബ്ലിക്കിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മജിസ്ട്രേറ്റുകളെ എന്തായിരുന്നു നമുക്ക് നോക്കാം. ഈച്ച് ഇയർ ദ പീപ്പിൾ വോട്ടഡ് ടു ചൂസ് ദെയർ ഹയസ്റ്റ് ഒഫീഷ്യൽ ഫ്രം റോമൻ റിപ്പബ്ലിക്. ഇനി ഈ മജിസ്ട്രേറ്റുകളെ വോട്ട് ചെയ്തിട്ടാണ് നിയമിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കാണാൻ പറ്റും എല്ലാ വർഷവും ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നു. മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഒഫീഷ്യലാണ്. The two most important officials were the consuls. അതിലെ 2 പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് ആണ് കൺസ്യൂൾസ് എന്ന് പറയപ്പെടുന്നത്. Who led the Senate and had power in executive, military and judicial matter. ഈ പറയുന്ന ഈ 2 കൺസ്യൂൾസിനാണ് എന്താണ് എക്സിക്യൂട്ടീവ് പവറും മിലിറ്ററി പവറും ജുഡീഷ്യൽ മാറ്റർ ഇടപെടാനുള്ള കഴിവുകളും ഉള്ളത്. ഒറിജിനലി ഓൺലി ദ റിച്ച് പെട്രീഷ്യൻസ് കുഡ് ബി കൺസ്യൂൾസ്. ആദ്യം തുടക്ക കാലഘട്ടങ്ങളിൽ പെട്രീഷ്യൻസ് മാത്രമായിരുന്നു. ബട്ട് ഇൻ 366 BC the plebeians who were also gaining wealth convinced the patricians to let them have one of the consul positions. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പെട്രീഷ്യൻസിനാണ് പവറുള്ള, പണമുള്ള, അതുകൊണ്ട് അവരായിരുന്നു ഏറ്റവും കൂടുതൽ അധികാരത്തിലുണ്ടായിരുന്നത്. പക്ഷേ എപ്പം മുതൽ പ്ലേബിയൻസിന് പണം ലഭിച്ചു, എപ്പം മുതൽ അവർക്ക് സ്വത്ത് കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങി, അപ്പം മുതൽ പ്ലേബിയൻസ് പെട്രീഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി ഒരു കൺസ്യൂൾ പൊസിഷൻ അവർക്കും കൂടി നൽകാൻ. അതിന്റെ ഭാഗമായിട്ട് പ്ലേബിയൻസും ഹയസ്റ്റ് പൊസിഷനിലായിട്ട് കടന്നു വരുവാണ്. അപ്പൊ നമുക്ക് ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്വത്ത് എന്നൊരു ഘടകം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ റോമൻ സാമ്രാജ്യത്തിൽ. ബൈ 172 BC ബോത്ത് കോൺസ്യൂൾസ് ഫോർ ദ ഫസ്റ്റ് ടൈം വേർ പ്ലേബിയൻസ്. 172 BC സമയത്ത് 2 കൺസ്യൂൾസ്, അതായത് ഹയസ്റ്റ് പൊസിഷനുള്ള 2 പേരും പ്ലേബിയൻസ് ആണ്, പെട്രീഷ്യൻസ് അല്ല. Former consuls automatically became part of the Senate, making it more diverse with both patricians and plebeians. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യം പെട്രീഷ്യൻസ് മാത്രമായിരുന്നു, പിന്നീട് പ്ലേബിയൻസിന് സ്വത്ത് വരാൻ തുടങ്ങിയപ്പോൾ അവരും മെല്ലെ മെല്ലെ പവറിലോട്ട് അല്ലെങ്കിൽ ഈ കൺസ്യൂൾസ് സെനറ്റിലോട്ട് മെല്ലെ മെല്ലെ കയറാൻ തുടങ്ങി. ഇത് ഈ സെനറ്റിലെ ഡൈവേഴ്സിറ്റി, വൈവിധ്യം കൊണ്ടുവരാണ്. അതായത് പെട്രീഷ്യൻസ് മാത്രമായിരുന്ന സെനറ്റ് ഇപ്പോൾ നിലവിലെ പ്ലേബിയൻസും ഉണ്ട്, പെട്രീഷ്യൻസും ഉണ്ട്. Beside consuls, there were other elected officials called magistrate. കൺസ്യൂൾസിന് പുറമെ മജിസ്ട്രേറ്റ്, അതായത് വോട്ട് ചെയ്ത് എടുത്തിരുന്ന ആൾക്കാരാണ് മജിസ്ട്രേറ്റ്. പ്രേറ്റേഴ്സ് മാനേജ് ദ ലോ. പ്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് നിയമം അവരാണ് അതിനെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. സെൻസേഴ്സ് ഹാൻഡിൽ ടാക്സസ് ആൻഡ് ബിക്കം മൊറാലിറ്റി ഓവർസീർ. സെൻസേഴ്സ് എന്ന് പറയുന്നത് ടാക്സ് നോക്കിക്കൊണ്ടിരുന്നു, പ്ലസ് മൊറാലിറ്റി എന്ന ഭാഗം, ഇപ്പൊ സദാചാരം അവരായിരുന്നു സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സെൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഇഡിൽസ് ടു കെയർ ഓഫ് പബ്ലിക് വർക്ക്സ് ആൻഡ് ബിൽഡിംഗ് ഇൻകം. പൊതുമരാമത്ത് ഇഡിൽസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലുള്ള ആൾക്കാരാണ് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ദി people in different assemblies had power to elect magistrate, say yes or no to proposed laws and make decision about war and peace. ജനങ്ങൾക്ക് പവർ ഇല്ല, അധികാരമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ജനങ്ങൾക്ക് നല്ല പോലെ റൂമിൽ പവർ ഉണ്ടായിരുന്നു. അവരെ മജിസ്ട്രേറ്റ്സിനെ എലക്ട് ചെയ്തിരുന്നു. ലെജിസ്ലേറ്റീവ്, അതായത് നിയമം ഉണ്ടാക്കിയത് നടപ്പിലാക്കണമോ, അത് വേണമോ വേണ്ടോ എന്ന് ജനങ്ങൾ തീരുമാനിച്ചിരുന്നു. അവർ വേണ്ടെന്ന് പറഞ്ഞാൽ ആ നിയമം അവിടെ ഇല്ല, കഴിഞ്ഞു, ആ നിയമം അവിടെ നടക്കില്ല. പിന്നെ യുദ്ധം, സമാധാന ചർച്ച, ഇതൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യണം, ജനങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം റോമൻ റിപ്പബ്ലിക് കൊടുത്തിരുന്നു. ഇൻ തിയറി ദ അൾട്ടിമേറ്റ് പവർ ബിലോങ് ടു ദ പീപ്പിൾ, ബട്ട് ദേ ഓൺലി met when a magistrate called them and voted without having discussions about what was presented to them. തിയറി പാർട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയിലെ സെനറ്റേഴ്സ്, മജിസ്ട്രേറ്റ്, കോൺസ്യൂൾസ് ഒക്കെ ആണെങ്കിലും
തിയറി പാർട്ടിലെ ഏറ്റവും ശക്തരായുള്ള ജനം എന്നുള്ളത് ജനമായിരുന്നു. ജനമാണ് ഒരു രാജ്യത്തിന്റെ നട്ടെല്ല്. അത് എല്ലായിടത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. റോമിലെ പക്ഷേ തിയറിയിൽ മാത്രമായിരുന്നു ഇത് ജനങ്ങൾക്ക് അവകാശം അല്ലെങ്കിൽ പവർ ഉണ്ടായിരുന്നത്. While the people had an important role in decision making, their meetings were more about voting on things rather than having open discussions. ജനങ്ങൾക്ക് അവകാശമുണ്ട്, ശക്തിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും ജനങ്ങള് കൂടിയിരുന്നത് ഒരു നിയമത്തിനെ എതിർക്കാനോ യോജിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതായത് ഒരു യെസ് ഓർ നോ പറയാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ജനങ്ങള് ഒരു മീറ്റിംഗ് ഒരു ജനങ്ങള് എന്താണ് അവരുടെ റോള് അവിടെ മാത്രമായിരുന്നു. ഒരു നിയമം അവിടെ എക്സിക്യൂട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് പറയാൻ മാത്രമായിരുന്നു അവരുടെ റോള് എന്ന് പറയുന്നത് ഈ റോമൻ റിപ്പബ്ലിക്കില്. അപ്പൊ തിയറി പാർട്ടിൽ മാത്രമാണ് ജനങ്ങൾക്ക് ദി പീപ്പിൾ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു റോള് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ക്വിഷ്യ ക്യുരിയേറ്റ എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് ലാറ്റിൻ വേർഡാണ്. നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ക്യുരിയാറ്റിയ എന്നാണ് പറയുന്നത്. ക്വിഷ്യ മെന്റ് ദ പ്ലേസ് വെയർ പീപ്പിൾ അസംബിൾ. ജനങ്ങൾ എവിടെ ഒത്തുകൂടിയിരുന്നു എന്ന് ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലത്തെയാണ് ക്വിഷ്യ എന്ന് പറയുന്നത്. ഈ കൊമീറ്റിയ എന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും ലാറ്റിനിൽ പറയുമ്പോൾ അതിനെ ക്വിഷ്യ എന്നാണ് പറയുന്നത്. Thus Roman assemblies were known as Quistia. Quistia Curiatia was a gathering of all citizens derived from Roman tribal units called Curiae. Curiae എന്ന് പറയുന്ന റോമൻ ട്രൈബൽ യൂണിറ്റ് നിന്നാണ് ഈ ക്വിഷ്യ ക്യുരിയാറ്റിയ എന്ന് വരുന്ന ഒരു വാക്കുണ്ടായിരുന്നത്. There were 30 Curiae divided into 3 tribes. 30 ക്യൂരിയകള് 3 ട്രൈബായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഈച്ച് വിത്ത് 10 ക്യൂരിയ. അത് എല്ലാം 10 ക്യൂരിയ വെച്ച് 10 ക്യൂരിയുള്ള 3 ട്രൈബായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം 30 ക്യൂരിയയാണ് ഉള്ളത്. ക്യൂരിയറ്റ് ഹാഡ് നോ റൈറ്റ് ടു ഡിസ്കസ്. ഇവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവകാശമില്ല. ദേ കുഡ് ഓൺലി ആക്സെപ്റ്റ് ഓർ റിജക്ട് ഡിസിഷൻസ്. നമ്മുടെ ജനങ്ങളെ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ വേണമെങ്കിൽ യോജിക്കാം അല്ലെങ്കിൽ എതിർക്കാം. അത് മാത്രമായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ 30 ക്യൂരിയകൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഇതാണ്. ഒന്നുകിൽ അവർക്ക് യോജിക്കാം അല്ലെങ്കിൽ അതിനെ എതിർക്കാം. അത് മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ക്യൂരിയേറ്റ് പ്ലേഡ് എ റോൾ ഇൻ ഇലക്ടിംഗ് മജിസ്ട്രേറ്റ്സ്, പ്രീസ്റ്റ്ലി ഓഫീസേഴ്സ്, പാസിംഗ് ലോസ് ആൻഡ് ഡിസൈഡിംഗ് ഓൺ വാർ ആൻഡ് പീസ്. ക്യൂരിയേറ്റുകളുടെ റോൾ എന്താ? അവർക്ക് മജിസ്ട്രേറ്റുകളെ ചൂസ് ചെയ്യാം, അവരെ എലക്ട് ചെയ്യാം, പ്രീസ്റ്റ്ലി ഓഫീസിനെ രാജപുരോഹിതന്മാരെ തിരഞ്ഞെടുക്കാം, ഒരു നിയമം പാസ്സാക്കണോ വേണ്ടയോ എന്നും തീരുമാനിക്കാം, യെസ് ഓർ നോ പറയാം. യുദ്ധം വരുമ്പോൾ യുദ്ധം നടത്തണോ വേണ്ടയോ തീരുമാനിക്കാം, ഒരു രാജ്യമായിട്ട് സമാധാന ചർച്ച വേണമോ വേണ്ടയോ തീരുമാനിക്കാം. ഇത് മാത്രമായിരുന്നു അവരുടെ അവകാശം എന്ന് കാണാൻ പറ്റും. ദ ഡിക്രീഡ് ദ എൻഡ് ഓഫ് മൊണാർക്കി ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ റിപ്പബ്ലിക്. അവര് മൊണാർക്കി രാജ്യഭരണം എന്താണ് നിർത്താനും റിപ്പബ്ലിക്കിന്റെ ഉദയത്തിനും കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോ പാസ് ബൈ ക്വിഷ്യ സെഞ്ചുറിയാറ്റ നീഡഡ് അപ്രൂവൽ ഫ്രം ക്യൂരിയേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്വിഷ്യ ക്യൂരിയേറ്റ അല്ലെങ്കിൽ കൊമിറ്റിയ സെഞ്ചുറിയാറ്റ അവർക്ക് ക്യൂരിയാറ്റയുടെ അപ്രൂവൽ വേണം എന്ന് നമുക്ക് കാണാൻ പറ്റും. Both plebeians and patricians were part of curiate, but patricians often had more influence, leading to plebeian voices being ignored. ക്യൂരിയാറ്റയുടെ ഭാഗമായിരുന്നു പെട്രീഷ്യൻസ് പ്ലേബിയൻസും. അതായത് ഹൈ ക്ലാസ് ആൾക്കാരും ഈ കോമൺ മാനുമായുള്ള പ്ലേബിയൻസും. പക്ഷെ പെട്രീഷ്യൻസിനെ അഫ്കോഴ്സ് അവർക്ക് ഇൻഫ്ലുവൻസും പവറും കുറച്ചധികം കൂടുതലുണ്ട്. അത് പ്ലേബിയൻസിന്റെ വോയിസ് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമായി. ഓവർ ടൈം ക്യൂരിയാറ്റീസ് ഇമ്പോർട്ടൻസ് ഡിമിനിഷ്. കാലത്തിന്റെ ഇതുപോലെ സമയം പോകുന്തോറും ഈ ക്യൂരിയാറ്റയുടെ ഇമ്പോർട്ടൻസ് മെല്ലെ മെല്ലെ താഴെ തുടങ്ങി. ആൻഡ് ദ ഡൊമിനൻസ് ഓഫ് പെട്രീഷ്യൻസ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ അസംബ്ലി കോൾഡ് ക്വിഷ്യ സെഞ്ചുറിയാറ്റ. നമുക്ക് കാണാൻ പറ്റും ഈ ക്യൂരിയാറ്റയുടെ ഇമ്പോർട്ടൻസ് മെല്ലെ മെല്ലെ കുറയുകയും അത് അവരാരും മൈൻഡ് ചെയ്യാതിരിക്കുകയും തത്സമയം പെട്രീഷ്യൻസ് ഒരു പുതിയ അസംബ്ലി അവരുണ്ടാക്കുകയും ചെയ്തു. ആ പുതിയ അസംബ്ലിയുടെ പേരാണ് കൊമീറ്റിയ സെഞ്ചുറിയാത്ത. Servius Tullius transferred the main right of Comitia Curiata to Comitia Centuriata, but Curiate could still approve or reject matters passed by Centuriata. സെർവിയസ് ടൂലിയസ് എന്ന് പറഞ്ഞ രാജാവ് എന്താണ് ഈ ക്വിഷ്യ ക്യുരിയാറ്റ എന്ന് പറയുന്നത് കൊമീറ്റിയ സെഞ്ചുറിയാറ്റ എന്നാക്കി മാറ്റി അത് നമുക്ക് കാണാൻ പറ്റും. പുതിയൊരു അസംബ്ലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഠിച്ചു. മുമ്പത്തെ പോയിന്റിൽ നമ്മൾ നോക്കി. പക്ഷെ ക്യൂരിയാറ്റയ്ക്ക് ഇപ്പോഴും സെഞ്ചുറിയാറ്റ ഡിസൈഡ് ചെയ്ത ഒരു ലോ പാസ്സാക്കണോ വേണ്ടയോ അപ്രൂവ് റിജക്ട് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനം, അതിനൊരു
അവകാശം സെഞ്ചുറിയത്തേക്ക് ഇപ്പോഴും ഉണ്ട്. By the Punic war period, Cureton lost significance and mainly focused on social religious matter. അങ്ങനെ പ്യൂണിക് വാറിന്റെ വാറുകളിലും ആ സീരീസ് ഓഫ് വാറിന്റെ സമയത്ത് ക്യുരേറ്റയുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇനിയുള്ള ആകെയുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോഷ്യൽ റിലീജിയസ്, അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാം, മതപരമായി നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാം എന്ന് മാത്രമായിട്ട് ചുരുങ്ങിയാണ് ചെയ്യുന്നത്. ഇനി ക്യുഷിയ സെഞ്ചുറിയാറ്റ എന്നുള്ളതിനെ പറ്റി നമുക്ക് പഠിക്കാം. ക്യുഷിയ സെഞ്ചുറിയാറ്റ വാസ് എ ഗാദറിംഗ് ഓഫ് ഓൾ സിറ്റിസൺസ് ഇൻക്ലൂഡിംഗ് ബോത്ത് പെട്രീഷ്യൻ, പ്ലേബിയൻ, എക്സ്ക്ലൂഡിംഗ് സ്ലേവ്, ഫോറിനേഴ്സ്, വുമൺ ആൻഡ് ദോസ് സബ്ജക്ട് ടു പോൾ ടാക്സ്. ഈ ക്യുഷിയ സെഞ്ചുറിയാറ്റ എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ ജനതകളുടെയും ഒരു ഒത്തുകൂടലായിരുന്നു. പക്ഷെ കുറച്ച് ആൾക്കാർ ഈ ഒരു ഗാദറിങ്ങിൽ, ഈ ഒരു ഒത്തുകൂട്ടലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ്. അതിൽ ഒന്നാണ് അടിമകൾ, സ്ലേവ്സ്. അവർക്ക് വരാൻ പറ്റില്ല. ഫോറിനേഴ്സ്, വിദേശീയർക്ക് വരാൻ പറ്റില്ല. തദ്ദേശീയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 3 വുമൺ, സ്ത്രീകൾ വരാൻ പറ്റില്ല. 4 ദോസ് ഹൂ സബ്ജക്ട് ടു പോൾ ടാക്സ്, ടാക്സ് അടയ്ക്കാത്തവർക്കും ഇവിടെ പ്രവേശനമില്ല. ഇൻസ്റ്റെഡ് ഓഫ് 30 ക്യൂരിയെ there were 193, 193 സെഞ്ചുറിയേ ഉണ്ടായിരുന്നു. ഈച്ച് സപ്പോസ് ടു ഹാവ് 100 men. ഓരോ സെഞ്ചുറിക്കും 100 മെൻ, 100 ആണുങ്ങൾ വെച്ച് ഉണ്ടായിരുന്നു. അവരെ 5 ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഇതിലെ ആദ്യത്തെ 3 ക്ലാസ് എന്ന് പറയുന്നത് അരിസ്റ്റോക്രാറ്റിലാണ്. പിന്നെ ലാൻഡഡ് ക്ലാസ് ആണ്, അതായത് നമ്മൾ പറഞ്ഞ പോലെ സ്വത്തുക്കളുള്ള പവറുള്ള ആളുകളാണ്. പിന്നെ വരുന്ന ലാസ്റ്റ് ക്ലാസ് ആണ് പ്രോപ്പർട്ടിലെസ്, അതായത് സ്വത്തുക്കൾ കൈവശമില്ലാത്ത ആളുകളാണ്. ഇവരെ ലാറ്റിനിലെ ഒരു ടേം ഇവരെ വിളിക്കും. ഇതിന് പറയുന്ന പേരാണ് പ്രൊലറ്റാരി. ഇങ്ങനെ ഈ 3 ക്ലാസ്സും ഈ പ്രൊലറ്റാരിയും ആണ് മെയിനായിട്ട് ഈ ക്യുഷിയ സെഞ്ചുറിയാറ്റയിൽ വന്നുകൊണ്ടിരുന്നത്. ഡെസ്പൈറ്റ് ബീങ് ദ ലാർജസ്റ്റ് ഇൻ നമ്പർ, ആളുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയിലെ സിറ്റിസൺ, ഈ സ്വത്തില്ലാത്ത ആളുകളാണ് കൂടുതൽ. പക്ഷേ ദേ ഹാഡ് ഓൺലി 1 സെഞ്ചുറി ആൻഡ് വോട്ടിംഗ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ ഹെഡ് കൗണ്ട് ബട്ട് ഓൺ ദ വോട്ട് പെർ സെഞ്ചുറി. ഇവർക്ക് ആളെണ്ണം അനുസരിച്ചല്ല വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ഇത് പല പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുകയാണ്. The assembly was dominated by patricians, and if the first 3 classes agreed on an issue, plebeians were not needed to vote. അതായത് പെട്രീഷ്യൻസ് ഡോമിനേറ്റ് ചെയ്തത്, അസംബ്ലി ഡോമിനേറ്റ് ചെയ്തത് ഓഫ് കോഴ്സ് പെട്രീഷ്യൻസ് ആണ്. പെറ്റീഷൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ നന്മയ്ക്കും അവരുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഇതിനെതിരെ സംസാരിക്കാനോ ഇതിനെതിരെ വോട്ട് ചെയ്യാനോ പ്ലേബിയൻസിന് പറ്റില്ല. കാരണം അവർ ഓൾറെഡി അസംബ്ലിയിൽ ഡോമിനേറ്റ് ചെയ്യുകയാണ്. പ്ലേബിയൻസ് റെയർലി ഗോട്ട് ദ ചാൻസ് ടു വോട്ട് ആൻഡ് എറ്റിക്കേറ്റ്സ് മൈറ്റ് ഹാവ് ബീൻ കോൾഡ് അപ്പൺ ഇൻസ്റ്റന്റ്. ഈ പ്ലേബിയൻസിന് വോട്ട് ചെയ്യാനുള്ള അവകാശം ചില സമയത്ത് അവർക്ക് കിട്ടിയിട്ടില്ല. ഇത് പല പ്രശ്നങ്ങൾക്കും വഴി തെളിച്ചു. Centuriata, formed around 550 BC, remained the primary assembly throughout the Republican period. റിപ്പബ്ലിക്കൻ പീരീഡിലെ ത്രൂഔട്ട് സമയത്ത് സെഞ്ചുറിയാറ്റയായിരുന്നു പ്രൈമറി ആയിട്ടുള്ള അസംബ്ലി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് മെയിൻലി അസംബ്ലി എന്ന് പറയുന്നത് റോമൻ റിപ്പബ്ലിക്കിലെ സെഞ്ചുറിയാറ്റയാണ്. അവിടെ നമ്മൾ കണ്ടു എന്താണ്, പെട്രീഷ്യൻസിനായിരുന്നു ഡൊമിനൻസ്. അവർക്കെതിരെ വോട്ട് ചെയ്യാൻ പ്ലേബിയൻസിന് പറ്റിയിരുന്നില്ല എന്ന് കാണാൻ പറ്റും. ഇനിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കോൺസിലിയം പ്ലേബീസ് ഓർ ക്യുഷിയ പ്ലേബീസ് ട്രിബ്യൂൺ. എന്താണിത്? കോൺസിലിയം പ്ലേബീസ് വാസ് ആൻ അസംബ്ലി എക്സ്ക്ലൂസീവ്ലി ഫോർ പ്ലേബിയൻസ് ഡിസ്കസിംഗ് ഇഷ്യൂസ് ദാറ്റ് കൺസേൺ ദം. പ്ലേബിയൻസിന് മാത്രമായിട്ടുള്ള അസംബ്ലി പിൽക്കാലത്ത് രൂപീകൃതമാവുകയാണ്. അതിന്റെ പേരാണ് കൺസിലിയം പ്ലേബീസ് അല്ലെങ്കിൽ ക്യുഷിയ പ്ലേബീസ് ട്രിബ്യൂൺ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് എലക്റ്റഡ് പ്ലേബിയൻസ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പബ്ലിക് ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആൻഡ് ട്രിബ്യൂൺസ് ഓഫ് ദ പ്ലേബ്. ഈ അസംബ്ലിയിൽ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഡെയിൽസ് എന്ന് പറയുന്നതാണ് പബ്ലിക് വർക്ക്, പൊതുമരാമത്ത് നോക്കി നടത്തുന്ന ഒരു പൊസിഷനാണ്. ഈ അസംബ്ലിയിൽ വെച്ചിട്ടാണ് പ്ലേബിയൻ എഡെയിൽസിനെ എലക്ട് ചെയ്തിരുന്നത്. റെസൊല്യൂഷൻസ് പാസ്ഡ് ഇൻ അസംബ്ലി വെർ ഓൺലി ബൈൻഡിങ് ഓൺ പ്ലേബിയൻസ്. ഈ അസംബ്ലി നടക്കുന്ന റെസൊല്യൂഷൻസ് പ്ലേബിയൻസിന് മാത്രമായിരുന്നു ബൈൻഡിങ്, അവർക്ക് മാത്രമായിട്ടുള്ളതായിരുന്നു. In 494 BC, 494 BC-യിലെ under plebeian pressure, the state agreed to induct 2 officers known as tribunes elected by this assembly. ഈ പ്ലേബിയൻ അസംബ്ലിയുടെ നിരന്തരമായ പ്രഷറിന്റെ ഭാഗമായിട്ട് റോമൻ സ്റ്റേറ്റ് 2 പുതിയ ഓഫീസേഴ്സിനെ കൊണ്ടുവരാണ്, നോൺ ആസ് ട്രിബ്യൂൺസ് എന്ന് പറയുന്ന 2 ഓഫീസേഴ്സിനെ കൊണ്ടുവരാണ്. അത് ഈ അസംബ്ലിയാണ് ഈ 2 ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. By 480 BC, the number of tribunes increased to 10. ഈ 448 BC ആകുമ്പോഴേക്കും ഈ 2 ട്രിബ്യൂൺസ് എന്നുള്ളത് 10 ആവുകയാണ്. പ്രൊവൈഡിങ് ആക്സസ് ടു പവർ ഫോർ വെൽത്തി പ്ലേബിയൻസ്. ഈ 442 BC ആകുമ്പോൾ ഈ 2 ട്രിബ്യൂൺസ് 10 ആകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പവർ
കൂടുതൽ പവറുള്ള പ്ലേബിയൻസ് ആണ്. ഓഫ് കോഴ്സ് ഇത് 2 ട്രിബ്യൂൺസ് ആയിട്ട് പോകുന്നത്. പ്ലേബിയൻസിലേക്കും കൂടുതൽ പവർ എത്തുകയാണ്. അനദർ അസംബ്ലി ഹിഷിയ പോപ്പുലി ട്രിബ്യൂട്ട ഇൻക്ലൂഡഡ് ഓൾ സിറ്റിസൺസ് ഗ്രൂപ്പ്ഡ് ഇൻടു 3 ട്രൈബ്. വേറൊരു അസംബ്ലി വരെയാണ് ഹിഷിയ പോപ്പുലി ട്രിബ്യൂട്ട. അത് എല്ലാ സിറ്റിസൺസിനും 3 ട്രൈബുകളായിട്ട് തരംതിരിച്ചു. ഇറ്റ് എക്സിസ്റ്റഡ് സിൻസ് ദ ടൈം ഓഫ് മൊണാർക്കി. അത് മൊണാർക്കി വീണ്ടും രാജഭരണം വരെ ഇത് എക്സിസ്റ്റ് ചെയ്തു. റിപ്പബ്ലിക് മുതൽ രാജഭരണം വരെ ഇത് എക്സിസ്റ്റ് ചെയ്തെന്ന് കാണാൻ പറ്റും. ആൻഡ് ഓൾ മെയിൽ അഡൾട്ട് ഓഫ് ദ ട്രൈബ് വേർ ഇറ്റ്സ് മെമ്പർ. എല്ലാ പുരുഷന്മാരും ഈ ട്രൈബിലെ മെമ്പേഴ്സ് ആയിരുന്നു. ദിസ് അസംബ്ലി വാസ് ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈബ്. ഈ അസംബ്ലി ഘടന എന്ന് പറയുന്നത് ഈ ട്രൈബുകളുടെ ഡിസ്ട്രിബ്യൂഷൻ പോലെയാണ്. പൊളിറ്റിക്കൽ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ഓർഡേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓർഡേഴ്സ് തമ്മിലുള്ള സ്ട്രഗിൾ, കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്പാൻഷൻ ഓഫ് മെഡിറ്ററേനിയൻ ലെഡ് ടു ദ റൈസ് ഓഫ് ന്യൂ വെൽത്തി ക്ലാസ് കോൾഡ് ഇക്വിറ്റീസ് ഹു ഓഫൻ ഹാഡ് മോർ വെൽത്ത് ദാൻ പെട്രീഷ്യൻസ്. നമ്മൾ കണ്ടു മെഡിറ്ററേനിയൻ സമുദ്രം മൊത്തം കീഴ്പ്പെടുത്തി, അതിന്റെ ചുറ്റുമുള്ള ഭാഗം റോം കീഴ്പ്പെടുത്തുന്നത് കണ്ടു. ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പുതിയൊരു പെട്രീഷ്യൻസും പ്ലേബിയൻസും പുറമെ പുതിയൊരു ജനവിഭാഗം, പുതിയൊരു ക്ലാസ്സിന് ഉദയം വയ്ക്കുകയാണ്. ഈ ക്ലാസ്സിന് പറയുന്ന പേരാണ് ഇക്വിറ്റീസ്. Patricians viewed the success of the equities in business negatively, leading to open conflict between two groups. Patriciansന് സ്വാഭാവികമായിട്ടും തങ്ങളെക്കാൾ കൂടുതലായിട്ട് വേറൊരു ക്ലാസ് വളർന്നു വന്നത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് കോൺഫ്ലിക്റ്റിനെ വഴിവെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും ഈ ഇക്വിറ്റീസ് ജോയിൻ ഫോഴ്സ് വിത്ത് പ്ലേബിയൻസും പെട്രീഷ്യൻസും ഓൾറെഡി ഒരു കോൾഡ് വാറിലാണ്, അല്ലെങ്കിൽ ഒരു ഉടക്കിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് ഇക്വിറ്റീസ് പ്ലേബിയൻസിന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഫ്രം 5th century BC, 500 BC തൊട്ട് there was a growing struggle between patricians and plebeian class. 500 BC തൊട്ട് പെട്രീഷ്യൻസും പ്ലേബിയൻസും ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ട്രഗിൾ, ഒരു കോൺഫ്ലിക്റ്റിലോട്ട് പോവുകയാണ്. The Senate, controlled by patricians, tried to concentrate political power while plebeians fought to have a share in government. സെനറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ പെട്രീഷ്യൻസിനായിരുന്നു കൂടുതൽ പവർ എങ്കിലും പ്ലേബിയൻസ് അത് കൂടുതൽ അവരുടെ കയ്യിലേക്ക് കൂടുതൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പെട്രീഷ്യൻസ് ശ്രമിച്ചു. ഈ സെയിം സമയത്ത് പ്ലേബിയൻസ് ആ ഗവൺമെന്റിൽ കുറച്ചും കൂടി അധികം പവർ കിട്ടാൻ വേണ്ടി അവരും പരിശ്രമിക്കുന്നത് കാണാൻ പറ്റും. Despite the struggle, Roman sources emphasize that the contest lasted over 5 generations with minimal violence and no bloodshed. നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ ആണെങ്കിലും 5 ജനറേഷൻസ് വരെ ഇവിടെ പെട്രീഷ്യൻസും പ്ലേബിയൻസുമുള്ള ഈ ഒരു ഉടക്ക് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വയലൻസോ അക്രമോ രക്തച്ചൊരിച്ചിലോ ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ പറ്റും. ബോത്ത് പെട്രീഷ്യൻസ് ആൻഡ് പ്ലേബിയൻസ് ഈച്ച് അതേഴ്സ് ഫോർ സപ്പോർട്ട്. പെട്രീഷ്യൻസിനും പ്ലേബിയൻസിനും എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ കൂടിയും രണ്ടുപേർക്കും പരസ്പരം സപ്പോർട്ട് ആവശ്യമായിരുന്നു. അരിസ്റ്റോക്രസി റിലൈഡ് ഓൺ പെസൻട്രി ഫോർ ദ ആർമി. ഈ അരിസ്റ്റോക്രസി പെട്രീഷ്യൻസ് പെസൻട്രിയിൽ നിന്ന് ഒരുപാട് അവരുടെ ഹെൽപ്പ് വേണ്ടിയിരുന്നു. കാരണം ആർമിക്ക് ഇത് വേണം, ആർമി ഉള്ളത് കൊണ്ട് പെസൻട്രിയുടെ സഹായം പെട്രീഷ്യൻസിന് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്രീഷ്യൻസും പ്ലേബിയൻസും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തെന്ന് കാണാൻ പറ്റും. പ്ലേബിയൻസ് നീഡഡ് ദ ലീഡർഷിപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ പെട്രീഷ്യൻസ്. പ്ലേബിയൻസിന് നേരെ മറിച്ച് പെട്രീഷ്യൻസിനെ പോലെ ആകാനും ആഗ്രഹമുണ്ടായിരുന്നു. This mutual need led to a readiness for compromise and eventual cooperation between the two classes. ഈ രണ്ടുപേരുടെയും ഈ പരസ്പര ആവശ്യങ്ങൾ ഒരു ഇവൻച്വൽ, അതായത് പരസ്പരം കോപ്പറേഷന് ഈ രണ്ട് ക്ലാസ് പെട്രീഷ്യൻസും പ്ലേബിയൻസും പിൽക്കാലത്ത് റെഡി ആവുകയാണ്, പരസ്പരം അംഗീകരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺഫ്ലിക്റ്റിന്റെ ആദ്യ ഘട്ടമാണ്. In the 5th century BC, 500 BC, plebeians sought protection against unjust act by Senate and magistrate. പ്ലേബിയൻസ് ഈ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ പെട്രീഷ്യൻസ് സെനറ്റിൽ കൂടുതൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെതിരെ പ്ലേബിയൻസ് അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ സെനറ്റിന്റെയും മജിസ്ട്രേറ്റിനും പ്രൊട്ടക്ഷൻ ഇവര് പെട്രീഷ്യൻസിനെതിരെ ആവശ്യപ്പെട്ടു. പ്ലേബിയൻസ് അച്ചീവ്ഡ് ദിസ് പ്രൊട്ടക്ഷൻ ബൈ ക്രിയേറ്റിംഗ് 12 ടേബിൾസ്. എന്താണ് 12 ടേബിൾസ്? 12 ടേബിൾസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ലോസ് ആണ്. അത് ഇൻസ്ക്രൈബ്ഡ് ഓൺ ബ്രോൺസ് ടാബ്ലറ്റിലെ എഴുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇൻസ്ക്രൈബ് ചെയ്ത സെറ്റ് ഓഫ് ലോസിനെയാണ് 12 ടേബിൾസ് എന്ന് പറയുന്നത്. അത് കുറേ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിരുന്നു ഈ ലോസ്. ഫോർ എക്സാമ്പിൾ ഫാമിലി,
ട്രേഡ്, ഇക്കണോമി, അങ്ങനെ 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 കുറേ ടോപ്പിക് കവർ ചെയ്തിരുന്ന ഒന്നാണ് 12 ടേബിൾസ്. പല നിയമങ്ങളും അതിൽ നിലനിന്നിരുന്നു. ഇൻ 326 BC, a law was passed to stop the enslavement of Roman citizens for non-repayment of debt. കടമടയ്ക്കാൻ പറ്റില്ലെങ്കിൽ മുമ്പ് എന്താണ് ഒരു സിറ്റിസനെ എൻസ്ലേവ് ചെയ്തിരുന്നു, പിടിച്ചിരുന്നു, അല്ലെങ്കിൽ അടിമകളെ പോലെ ആക്കിയിരുന്നു. 326 BC-യിലെ ആ നിയമം പാസ്സായി. അതായത് ഡെറ്റ് ബോണ്ടേജ് എന്ന് പറയുന്ന ഒരു പരിപാടി അബോളിഷ് ചെയ്യാണ്. അതായത് കടം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവരെ എന്താണ് അവരെ ബന്ദിയാക്കുകയില്ല എന്നൊരു നിയമം 326 BC-യിൽ പാസ്സാക്കിയാണ്. റെക്കഗ്നീഷൻ ഓഫ് ദ right of intermarriage between patricians and plebeians occurred in 444 BC, addressing a major grievance of wealthier plebeians. എന്താണ് റെക്കഗ്നീഷൻ ഓഫ് റൈറ്റ് ഓഫ് ഇന്റർമാരേജ്? പെട്രീഷ്യൻസും പ്ലേബിയൻസും മുമ്പ് വിവാഹിതരാകാൻ സാധിച്ചിരുന്നില്ല, നിയമം അതിനെ സമ്മതിച്ചിരുന്നില്ല. പക്ഷെ 445 BC-യിൽ പെട്രീഷ്യൻസിനെ പ്ലേബിയൻസിനെ കല്യാണം കഴിക്കാം എന്നൊരു നിയമം വരികയാണ്. Economic distress after 390 BC led to a contested issue of the just distribution of public land. ഈ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തകർച്ച 390 BC-യിലെ ശേഷം നടക്കുകയാണ്. അത് എന്താണ് പബ്ലിക് ലാൻഡ്, പൊതുവായിട്ടുള്ള ലാൻഡിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 367 BC-യിൽ ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ ലിമിറ്റ്സ് വെർ സെറ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് ലാൻഡ് ആൻഡ് ഇൻഡിവിജ്വൽ കുഡ് ഹോൾഡ്. 367 BC-ക്ക് ശേഷം ഒരു വ്യക്തിക്ക് എത്ര ഒരു ലാൻഡ് കൈവശം വെക്കാം എന്നതിൽ ഒരു ലിമിറ്റേഷൻ വെച്ചു. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണാൻ പറ്റും. ഇൻ ദ പൊളിറ്റിക്കൽ ഫീൽഡ് ന്യൂലി എൻറിച്ച്ഡ് പ്ലേബിയൻസ് വാണ്ട് ടു ബ്രേക്ക് ഇൻ ടു ദ ലിമിറ്റഡ് സർക്കിൾ ഓഫ് പെട്രീഷ്യൻസ്. പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിൽ വരുവാണെങ്കിൽ പ്ലേബിയൻസിന്റെ ലക്ഷ്യം അവർക്ക് കൂടുതൽ പവർ വേണം, അവർക്ക് കൂടുതൽ പെട്രീഷ്യൻസ് പോലെ ആവണം എന്നായിരുന്നു. ഫ്രം 266 BC, plebeians pressured patrician nobility to share access to one of the consular offices, a significant step in their political inclusion. 266 BC-യിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലേബിയൻസ് consul പോസ്റ്റിലേക്ക് വരികയാണ്. It was in until 172 BC that both consuls were recruited from the plebeians for their broadening representation. നമ്മൾ പറഞ്ഞ പോലെ രണ്ട് കൺസ്യൂൾസും 172 BC-യിലാണ് പ്ലേബിയൻസ് ആയിരുന്നത്. അതുവരെ പെട്രീഷ്യൻസ് ആയിരുന്നു, പിന്നെ പെട്രീഷ്യൻസും പ്ലേബിയൻസ് ആയി. 172 BC-യിൽ എന്താണ് രണ്ട് കൺസ്യൂൾസും പ്ലേബിയൻസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. Wealthier plebeians joined the patricians, forming a widened nobility, and the power of patrician aristocracy persisted. നമുക്ക് കാണാൻ പറ്റും പ്ലേബിയൻസ് പെട്രീഷ്യന്റെ കൂടെ ജോയിൻ ചെയ്യുകയും നൊബിലിറ്റിയിലെ പ്ലേബിയൻസിനും ഒരു ഇമ്പോർട്ടന്റ് സ്ഥാനം കിട്ടുന്നതും കാണാൻ പറ്റും. പൂർ പ്ലേബിയൻസ് ഓൾസോ സ്ട്രഗിൾ ഫോർ ഇൻക്രീസ്ഡ് റൈറ്റ്. നമ്മൾ ഈ പറഞ്ഞ പ്ലേബിയൻസ് എന്ന് പറയുന്നത് വെൽത്തി പ്ലേബിയൻസ് ആണ്. വെൽത്ത് ഇല്ലാത്ത സാധാരണക്കാരനായ ദരിദ്രനായ പ്ലേബിയൻസ് ഉണ്ടായിരുന്നു. അവരുടെ സ്ട്രഗിൾ എന്തിനായിരുന്നു? കുറച്ചും കൂടി റൈറ്റ് കിട്ടാൻ, കുറച്ചും കൂടി അവകാശങ്ങൾ കിട്ടാനായിരുന്നു അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. വെൽത്തി പ്ലേബിയൻസ് ഗവൺമെന്റിലും നൊബിലിറ്റിയിലും കൂടുതൽ അവകാശം കിട്ടാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. They threatened to leave Rome, leading to establishment of the Concilium Plebis Tribal Assembly in 287 BC. ദരിദ്രരായ പ്ലേബിയൻസ് റോം വിട്ടു പോകാൻ നിർബന്ധരാകുകയാണ് ചെയ്യുന്നത്. ഇത് അവർ പോയില്ല എന്ന് മാത്രമല്ല, പുതിയൊരു അസംബ്ലിക്ക് രൂപകൽപ്പന ചെയ്യുകയാണ്. ആ അസംബ്ലിയുടെ പേരാണ് കോൺസിലിയം പ്ലേബിസ്. Decision of Concilium Plebis became law and were binding on the state. They appointed their own officers, the tribunes. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സാധനമാണ്. ഈ കൊൺസൂലിയം പ്ലേബിസ് ലോ ആവുകയും അവരുടേതായ ഓഫീസേഴ്സിനെ കോൾഡ് ട്രിബ്യൂൺസിനെ എന്താണ് വീറ്റോ അധികാരത്തോടുകൂടി നിയമത്തിലാക്കുകയാണ് ചെയ്യുന്നത്. Despite modifications, the constitution was never abolished or replaced. എത്രയൊക്കെ മോഡിഫിക്കേഷൻസ് നടന്നാലും റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അബോളിഷ് ചെയ്തിട്ടില്ല, റിപ്ലേസ് ചെയ്തിട്ടില്ല എന്ന് കാണാൻ പറ്റും. The hereditary nobility retained power through this complex constitution, with the tribunate and tribal assembly added to existing institutions. These changes did not reduce the power of the aristocracy dominating the republic. ഈ മാറ്റങ്ങൾ എന്താണ്? അരിസ്റ്റോക്രസിയുടെ ഡൊമിനേഷൻ. ഈ മാറ്റങ്ങളൊന്നും അരിസ്റ്റോക്രസി ഉയർത്ത ലാൻഡഡ് വെൽത്തി ക്ലാസ്സുകളുടെ ഡൊമിനേഷനിൽ നിന്നും റിപ്പബ്ലിക്കിലുള്ള ഡൊമിനേഷൻ, അവരുടെ ഡൊമിനേറ്റിംഗ് പവറിൽ നിന്നും ഒരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ പുവർ പ്ലേബിയൻസിന്റെ സ്ട്രഗിള് ഏറ്റെടുത്തത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് വെൽത്തി പ്ലേബിയൻസും പിന്നെ നമ്മൾ പറഞ്ഞ ട്രിബ്യൂൺസും ആയിരുന്നു.
എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഫേസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. എ സെഞ്ചുറി ആൻഡ് എ ഹാഫ് ദ ഇനീഷ്യൽ സ്ട്രഗിൾ ബിറ്റ്വീൻ പെട്രീഷ്യൻസ് ആൻഡ് പ്ലേബിയൻസ്, എ ന്യൂ ഫേസ് എമർജ്ഡ് വിത്ത് ന്യൂ ഇഷ്യൂസ് ആൻഡ് കോണ്ടസ്റ്റ്. എന്താ ഈ പ്ലേബിയൻസ് ഫസ്റ്റ് ഹാഫിന് ശേഷം, ഫസ്റ്റ് ഫേസിന് ശേഷം പുതിയ ഫേസിൽ പുതിയ ഇഷ്യൂസും പുതിയ പ്രശ്നങ്ങളും ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സെഞ്ചുറി ഓഫ് ദ റോമൻ റിപ്പബ്ലിക്, റോം വോൺ മാസ്റ്ററി ഓവർ ദ മെഡിറ്ററേനിയൻ ത്രൂ ക്യാമ്പയിൻ. നമുക്ക് കാണാൻ പറ്റും ഈ റോമൻ റിപ്പബ്ലിക് ലാസ്റ്റ് സെഞ്ചുറി, റോമൻ റിപ്പബ്ലിക്കിന്റെ അവസാന 100 വർഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ മെഡിറ്ററേനിയനിലെ മാസ്റ്റർ ആവാണ്. അതായത് അതിനെ മെഡിറ്ററേനിയന്റെ ചുറ്റുള്ള ഭാഗങ്ങൾ അവിടെ കൈയെടുക്കാണ്. പല പല വാറുകൾ, പല പല ക്യാമ്പയിൻസ്, പ്യൂണിക് വാർസ് ആയിക്കോട്ടെ, മെസഡോണിയൻ ക്യാമ്പയിൻ ആയിക്കോട്ടെ, അങ്ങനെ പല പല ഇപ്പൊ സദേൺ പാർട്ടായാലും ഈസ്റ്റേൺ പാർട്ടായാലും അങ്ങനെ ഓരോരോ സ്ഥലത്തും ഓരോരോ ക്യാമ്പയിൻ നടത്തി ആ സ്ഥലം കൈവശപ്പെടുത്തുകയാണ് നമുക്ക് കാണാൻ പറ്റും. The conquest brought war captives who became slave employed by the senatorial aristocracy. ഈ യുദ്ധത്തിന് ശേഷം എന്താണെന്ന് വെച്ചാല് തോൽപ്പിച്ചു കഴിഞ്ഞ ജനങ്ങളെ അടിമകളാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് കാണാൻ പറ്റും. ഫെറോഷ്യസ് സ്ട്രഗിൾസ് in the country resulted in the senatorial oligarchy gaining large territories taken from defeated people. ഒരു രാജ്യത്തിനെ തോൽപ്പിക്കുമ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായും അവരുടെ സ്ഥലം കൈവശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജനതകൾ യുദ്ധത്തിൽ തോൽപ്പിച്ച ആൾക്കാരെ എൻസ്ലേവ് ചെയ്ത് അടിമകളാക്കി കൊണ്ടുവരുന്നുണ്ട്. ആ യുദ്ധത്തിൽ തോറ്റ സ്ഥലം ഇവർ പിടിച്ചെടുക്കുന്നുണ്ട്. റോമൻ വാർസ് ഓഫ് എക്സ്പാൻഷൻ സിഗ്നിഫിക്കന്റ്ലി ഇൻക്രീസ്ഡ് പവർ ആൻഡ് വെൽത്ത് ഓഫ് സെനറ്റോറിയൽ അരിസ്റ്റോക്രസി. ഈ സെനറ്റിലുള്ള ചില അരിസ്റ്റോക്രാറ്റുകൾ, അതായത് ഉയർന്ന ലാൻഡഡ് വെൽത്തി ആൾക്കാർക്ക് കൂടുതൽ വെൽത്തും കൂടുതൽ പവറും ഇത് സമ്മാനിക്കുകയാണ്, ഇത് ഗിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. എമർജൻസ് ഓഫ് ലാറ്റിഫിൻഡിയ, വാസ്റ്റ് ട്രാക്ട് ഓഫ് ലാൻഡ് ഓൺ ബൈ വെൽത്തി ലാൻഡ് ഓണേഴ്സ്. വെൽത്തി ലാൻഡ് ഓണേഴ്സിന് ഉള്ള ലാൻഡ്, അവർ കൈവശപ്പെടുത്തിരുന്ന ലാൻഡിനെ പറയുന്ന പേരാണ് ലാറ്റിഫിൻഡിയ. ബിക്കം എ ന്യൂ റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ ഗ്രൂപ്പ് ഓഫ് സ്ലേവ്സ് വർ എംപ്ലോയ്ഡ്. ഈ ലാറ്റിഫിൻഡിയ ലാൻഡിലാണ് ഈ അടിമകൾ, ഈ പല രാജ്യങ്ങളിലും വെട്ടിപ്പിടിച്ച രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അടിമകളെ അടിമകളാക്കി അവര് പണിയെടുത്തിരുന്ന, അവർക്ക് കൊടുത്തിരുന്ന സ്ഥലം, ആ അടിമകൾ ഇത്തരം ലാറ്റിഫിൻഡിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ലാറ്റിഫിൻഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് അടിമപ്പണി ചെയ്ത് അടിമപ്പണി ചെയ്ത് അത് അതും അവർക്ക് കിട്ടിയിരുന്നില്ല, അത് അവരുടെ ലാൻഡ് ഓണേഴ്സിന് പോയിരുന്നു. പക്ഷെ ഈ അടിമകൾ വന്ന് അവർ പണി ചെയ്തിരുന്ന സ്ഥലമാണ് ലാറ്റിഫിൻഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇതാണ് ഇത്രയും കാര്യമാണ് നമ്മൾ പാർട്ട് 1 പറയുന്നത്. ബാക്കിയുള്ള കോൺഫ്ലിക്റ്റ് ഫേസും പിന്നെ കുറെ പിൽക്കാലത്ത് വന്ന രാജാക്കന്മാരുടെ പരിഷ്കാരങ്ങളും ഡിക്ലൈൻ ഓഫ് റോമും നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നോക്കുന്നതായിരിക്കും. താങ്ക് യു.